നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയതാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് കുക്കറിലുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് ബാത്ത് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ റൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലിടാം കേട്ടോ. ഇതിനു വേണ്ടി നമ്മൾ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഒരു 10 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ബസ്മതി റൈസ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു 10-15 ബീൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് സവാളയാണ്, അത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ വേണ്ടത് തേങ്ങ ഒരു അര മുറി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പുതിനയും മല്ലിച്ചെപ്പും വേണം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേണം. ഒരു 3 പച്ചമുളകും അതുപോലെ ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 20 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഒരു അര ടീസ്പൂൺ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാരണ വേണ്ട ഉപ്പും അതുപോലെ തന്നെ ഓയിലും വേണം. ആദ്യം നമ്മൾ ഇതിനു വേണ്ടി അരപ്പുണ്ടാക്കുകയാണ്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പുതിനയില, മല്ലിയില ഇതിടാം. അതുപോലെ തന്നെ നമ്മൾ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ജീരകം അര ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ഇടാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ റൈസ് കുക്കറിലാണല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം ഞാനിപ്പോൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തു. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക, പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് തന്നെ വാടി വരണം. അതിനുശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിൽ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പച്ച മണം ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് നെയ്യിൽ കിടന്ന് ചൂടായി വരുമ്പോൾ മാറി വരും. അതുവരെയാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് എടുത്തുകൊണ്ട് തന്നെ 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ വെന്തിട്ടായിരിക്കും ഉണ്ടാവുക. അത്രത്തോളം വേവണ്ട എന്നുണ്ടെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. അപ്പം വെയിറ്റ് കൂടെ ഇട്ട് കൊടുത്ത് 2 വിസിൽ വരണം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല വേവാണെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അപ്പം തന്നെ മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ബാത്ത് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ റൈസ് എന്നൊക്കെ പറയാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇതിന് സൈഡായിട്ട് ഒരു സാലഡ് പോലും ആവശ്യമില്ല. ഇത് മാത്രം കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.